കേരളത്തിന്റെ പകുതിയിൽ താഴെ ജനസംഖ്യ, 10 ഇരട്ടിയോളം വലുപ്പം, പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ ബോലാനിലും കെച്ചിലും വ്യാഴാഴ്ച നടന്ന 2 വ്യത്യസ്ത സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി BLA ഏറ്റെടുത്തിരുന്നു. 2 സ്ഫോടനങ്ങളിലായി 14 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബോലാനിലെ മാച്ചിലെ ഷോർഖണ്ഡ് പ്രദേശത്ത് ഒരു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ BLAയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് റിമോട്ട് കൺട്രോൾ IED ആക്രമണമാണ് നടത്തിയത്. രണ്ടാമത്തെ ആക്രമണത്തിൽ കെച്ചിലെ കുലാഗ് ട്രിഗാൻ പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോംബ് നിർവീര്യമാക്കുന്ന സംഘത്തെയാണ് BLA ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രധാനമായും ബലൂച്ച് സുന്നി ഗോത്ര സമൂഹം വസിക്കുന്ന ബലൂച്ച് മേഖല 3 രാജ്യങ്ങളിലായാണ് പടർന്നു കിടക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയായ സിസ്തൻ ബലൂചിസ്ഥാൻ ഇറാനിലും, ഒരു ഭാഗം പാകിസ്ഥാനിലും, വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലുതാണ്. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിലും ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ ധാതു നിക്ഷേപങ്ങളാൽ സമൃദ്ധമാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി 1970കളിൽ നടന്ന പ്രക്ഷോഭത്തെ പാക് സൈന്യം അടിച്ചമർത്തിയിരുന്നു. കേരളത്തിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ബലൂചിസ്ഥാനിലെ ജനസംഖ്യ. എന്നാൽ കേരളത്തിന്റെ 10 ഇരട്ടിയോളം വലുപ്പം ബലൂചിസ്ഥാനുണ്ട്. സാമ്പത്തികമായ അടിച്ചമർത്തൽ, പഞ്ചാബ് വിരുദ്ധ വികാരം, നിർബന്ധിത തിരോധാനങ്ങൾ, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നിവയ്ക്കെല്ലാം പുറമെ പരമ്പരാഗതമായി ബലൂചിസ്ഥാൻ ഉയർന്ന വിഷയങ്ങളും ഇപ്പോഴത്തെ ആക്രമണ പരമ്പരയ്ക്ക് കാരണമായിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ ധാതുസമ്പത്ത് പര്യവേക്ഷണം ചെയ്യുമ്പോൾ അതിന്റെ ഗുണം തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന ധാരണയാണ് കലാപത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. വ്യത്യസ്തമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ബലൂച്ച് ജനത പരമ്പരാഗതമായി മതേതര നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും തീവ്രവാദ മതപ്രത്യയശാസ്ത്രങ്ങളാൽ നയിക്കപ്പെടുന്ന TTP പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പാക് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ബലൂചിസ്ഥാൻ മേഖല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബലൂച്ച് തീവ്രവാദ സംഘടനയാണ് BLA. തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ ചിതറിക്കിടക്കുന്ന താവളങ്ങൾ കേന്ദ്രമാക്കിയാണ് BLA പ്രവർത്തിക്കുന്നത്. അയൽ രാജ്യമായ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ BLA ആക്രമണങ്ങൾ നടത്തിവരുന്നു. പാക് സൈന്യത്തെയും സാധാരണക്കാരെയും വിദേശ പൗരന്മാരെയും BLA പലപ്പോഴും ലക്ഷ്യമിട്ടിട്ടുണ്ട്. 2000ന്റെ മധ്യത്തിലാണ് BLAയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ നിരവധി അധികൃതർക്കെതിരെ നടത്തിയ ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. പാകിസ്ഥാൻ, ചൈന, ഇറാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നിവ BLAയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലൂച്ച് ജനതയുടെ സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശത്തിനും ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തുന്നതിനുമായി 2004ലാണ് BLA പാകിസ്ഥാനെതിരെ പോരാട്ടം ആരംഭിച്ചത്. ബലൂചിസ്ഥാനിൽ താമസിക്കുന്ന ബലൂജികളല്ലാത്തവരെയും സാധാരണക്കാരെയും ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്താൻ 2009 ഏപ്രിൽ 15-ന് ബലൂജികളോട് ബലൂജി ആക്ടിവിസ്റ്റ് ബ്രഹംദാഗ് ഖാൻ ബുഗ്തി, BLA നേതാവാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്ന ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ പഞ്ചാബി നിവാസികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. ഇത് ഏകദേശം 500 പേരുടെ മരണത്തിന് ഇടയാക്കി. ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം പിന്നീട് BLA നേതാക്കൾ ഏറ്റെടുത്തു. ഗ്വാദർ തുറമുഖ നഗരത്തോടും BLAക്ക് എതിർപ്പാണ്. 2019-ൽ പേൾ കോണ്ടിനെന്റൽ ഹോട്ടലിൽ നടന്ന ആക്രമണത്തിൽ BLA ചൈനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ BLA ദീർഘകാലമായി സ്വാതന്ത്ര്യത്തിനായി നടത്തിവരുന്ന സംഘർഷത്തെ അടിവരയിടുന്നു. രാഷ്ട്രീയപരമായ വേർതിരിവ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പാക് ഭരണകൂടവും സൈന്യവും പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്നിവയാണ് ആക്രമണം നടത്താൻ BLAയെ എന്നും പ്രേരിപ്പിച്ചത്. ബലൂചിസ്ഥാനിൽ ധാതുസമ്പത്ത് ശേഖരം സമൃദ്ധമായുണ്ടെങ്കിലും അതിന്റെ നേട്ടം കൊയ്യുന്നത് പാക് സർക്കാരും അതുപോലെ വിദേശ നിക്ഷേപകരുമാണെന്ന് BLA ആരോപിക്കുന്നു. കൂടാതെ ഇത് അവിടെയുള്ള പ്രാദേശിക സമൂഹങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതായും അവർ കരുതുന്നു. അവർ പാക് സൈന്യത്തെ പ്രതിരോധ സേനയായല്ല, മറിച്ച് അധിനിവേശക്കാരായാണ് കാണുന്നത്. ഈ വർഷം മാർച്ച് 11-ന് ബലൂചിസ്ഥാനിലെ ബൊലാൻ പ്രദേശത്ത് 400-ലധികം യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിനിൽ BLA പ്രവർത്തകർ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തി യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു.